നമസ്കാരം. കലാരവം ഇന്റർവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോപാന ഗാന ഗന്ധർവനായ ശ്രീ ഏലൂർ ബിജു എന്ന എൻ്റെ സ്വന്തം ഗുരുനാഥൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമസ്കാരം. മാഷ് സോപാന സംഗീതത്തിലെ ഒരുപാട് അമ്പലങ്ങളിലും പിന്നെ ഫേമസ് ആണ്. ഇപ്പോൾ യൂട്യൂബിൽ തുറന്നു കഴിഞ്ഞാൽ മാഷയുടെ പാട്ടുകൾ തന്നെയാണ് കൂടുതലും സോപാന സംഗീതം അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. മാഷ് ശരിക്കും ഈ സോപാന സംഗീതമായിട്ട് വന്നതാണോ അതോ ക്ലാസിക്കൽ അങ്ങനെ മേഖലയിലാണോ വന്നിരിക്കുന്നത്? സോപാന സംഗീതത്തിലേക്ക് വരുന്നതിനും എൻ്റെ കുടുംബം ഒരു സംഗീത കുടുംബം. അച്ഛൻ വഴിയും അമ്മാവൻ വഴിയൊക്കെ സംഗീതമാണ്, കർണാടക സംഗീതം പാടുന്നവരാണ്. അതിൽ അച്ഛൻ കേൾപ്പിച്ച സംഗീതമാണ് ഇന്ന് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന സംഗീതം. എന്ന് പറഞ്ഞാൽ അച്ഛൻ ഉറങ്ങുമ്പോൾ മാത്രമേ പാടാതുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ രാഗങ്ങൾ പാടിക്കൊണ്ടിരിക്കും. പിന്നെ അന്നത്തെ കാലത്തെ റേഡിയോയിലെ സംഗീതം, കർണാടക സംഗീതമായാലും കഥകളിപ്പതാണെങ്കിലും ഹിന്ദുസ്ഥാനിയൊക്കെ കേട്ട് പരിചയമുണ്ട്, കച്ചേരികൾക്ക് കൊണ്ടുവരും. ഇതൊക്കെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ അത് തുടർന്നതിൻ്റെ കൂടെ ചെണ്ടയോടൊരു താല്പര്യം തോന്നി. അപ്പോൾ ഉത്സവകാലങ്ങളിൽ നമ്മുടെ പനങ്ങാട് ഗണപതി ക്ഷേത്രത്തിൽ മേളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വരുമ്പോൾ അവരൊപ്പം പോകും, കൊട്ടാൻ പോകും. ഒന്നും അറിയില്ല, വെറുതെ പഠിക്കാണ്ട് തന്നെ വെറുതെ അവരൊപ്പം കൂടും. അപ്പോൾ അവർ പറയും, അച്ഛനോട് പറയും, മോനെ പഠിപ്പിക്കുക, അവന് ഇത്ര ഇഷ്ടമല്ലേ. അപ്പം അങ്ങനെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഗുരുനാഥന്മാരാണ്. അപ്പം അങ്ങനെ സദനം ദിവാകരനാശാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ ചേർത്തു, മേളം പഠിച്ചു. അതൊക്കെ ഒരു രസമായിട്ടാണ് കണ്ടുള്ളൂ, ഇതൊന്നും ജീവിതമാർഗമായിട്ട് കണ്ടില്ല. ഒന്നും അറിയാനും പാടില്ല, അന്ന് ഇത് ജീവിതമാർഗം ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ മേളം പഠിച്ചു ഇറങ്ങിയേറി. പിന്നെ ഇടയ്ക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലോ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ എവിടെയെങ്കിലും മേളത്തിനൊന്നും കൂടാൻ പോകും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടും അപ്പോഴും അച്ഛൻ പറയണത് നീ പാട്ടുകാരനാവണം, ക്ലാസിക്കൽ സിംഗറാവണം. ഇത് എഴുതിയിട്ടും സാധിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹത്തിൽ RD കോളേജിൽ മ്യൂസിക് കോളേജിൽ പഠിക്കാൻ പോയി. പക്ഷെ ഞാൻ പൂർത്തീകരിച്ചില്ല, കോഴ്സ് മുഴുവനാക്കിയില്ല. അങ്ങനെ പിന്നീട് ഉള്ള ജീവിതത്തിൽ കുറേ സാഹചര്യങ്ങളൊക്കെ, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മോശമായിരുന്നു. അപ്പോൾ എന്തെന്നുള്ളത് ഇങ്ങനൊരു ചിന്തയിൽ നടക്കുന്ന സമയത്ത് ഉപരിപഠനം പോലെ മേളം ഞങ്ങൾ ഏലൂർക്ക് താമസം മാറ്റി, പനങ്ങാട്. അപ്പോൾ ഉപരിപഠനം പോലെ ചേന്നമംഗലം ഉണ്ണികൃഷ്ണമാരാർ എന്ന് പറഞ്ഞ ഗുരുനാഥൻ്റെ അടുത്ത് മേളം തായമ്പക പഠിക്കാൻ. അത് ഏലൂര് നാറാണത്ത് കൃഷ്ണൻ്റെ അമ്പലത്തിലാണ്. അതൊരു വഴിത്തിരിവായി. ആശാൻ്റെ പാട്ടി ക്ലാസ് കഴിഞ്ഞിട്ടുള്ള മേളങ്ങളോ ക്ലാസ് കട്ട് ചെയ്തിട്ട് മേളത്തിന് പോലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാമ്പത്തിക ചെറിയ ദക്ഷിണ കിട്ടുന്നത് പോലും അന്നത്തെ എന്നെ സംബന്ധിച്ച് വലിയൊരു സംഖ്യയായിരുന്നു. അന്നത്തെ ദക്ഷിണ ഇന്നത്തെ വെച്ച് കണക്കാക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറുതെന്ന് പറയാം, പക്ഷെ അത് വലിയൊരു സംഖ്യ തന്നെയാണ്. അങ്ങനെ പോകുമ്പോൾ ഞാൻ എപ്പോഴും പാടുമായിരുന്നു. ഞങ്ങളെല്ലാം അന്നും മൊബൈലില്ല, എല്ലാവരും കൂടിയിരിക്കുമ്പോൾ പാടും. കീർത്തനങ്ങളോ സിനിമാ ഗാനങ്ങളോ പാടുമ്പോൾ ആശാൻ പറഞ്ഞു, ഇവിടെ താൻ സോപാന സംഗീതം പഠിക്കൂ. എന്താണെന്നറിയില്ല, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം, എന്താ വേണ്ടത്. അപ്പോൾ ചോറ്റാനിക്കൽ സുഭാഷേട്ടനുണ്ട്, സോപാന സംഗീതത്തിലൊരു അഗ്രഗണ്യനാണ്, അത്രയും പഠിക്കാനായിട്ട് വലിയൊരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഞാൻ പോകാൻ തീരുമാനിച്ചപ്പോഴാണ്, അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇന്ന് എൻ്റെ ഗുരുനാഥനായുള്ള കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ എന്ന് പറഞ്ഞ ഗുരുനാഥൻ നാറാണത്ത് അമ്പലത്തിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രം ജോലിക്ക് വരുന്നത്. അപ്പോൾ അവിടെ 2 സംബന്ധി വേണം. അപ്പോൾ ഒരാൾ ചേന്നമംഗലം ഉണ്ണികൃഷ്ണ വാര്യരും ഒരാൾ കാവിൽ ഉണ്ണികൃഷ്ണ വാര്യരും. രണ്ടുപേരും കൂടെ വന്നപ്പോൾ ഉണ്ണിച്ചേട്ടൻ കൊണ്ട് ഇനിയും വേറെങ്ങും പോണ്ട, താൻ വാര്യടുത്ത് അങ്ങോട്ട് ദക്ഷിണ വയ്ക്ക് വിടുന്നു. അതാണ് ജീവിതം. ഞാൻ പോലും അറിയാതെ സോപാന സംഗീതം എന്നുള്ള മേഖലയിലേക്ക് കാലുവെച്ചു. അങ്ങനെ അവിടെ നിന്ന് പഠിച്ചു കുറച്ചാളിവിടെ. അങ്ങനെ അന്ന് ഇന്നത്തെ പോലെ പ്രോഗ്രാംസ് ഒന്നുമില്ല, പരിപാടിക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. മേളത്തിന് സോപാന സംഗീതം അമ്പലവാസികൾക്ക് മാത്രമേ പാടൂ, അങ്ങനെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പാടാൻ പറ്റുമായിരുന്നു. മാഷ അമ്പലവാസിയാണോ? അറിയാത്തോണ്ട്. അമ്പലത്തിൽ ജീവിച്ചതുകൊണ്ട് അമ്പലവാസിയാ, ജന്മം കൊണ്ടില്ല, കർമ്മം കൊണ്ട്. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ട് ഞാൻ അമ്പലവാസിയാണ്. കാരണം അതിലേക്കൊന്നും കിടക്കണില്ല, കാരണം ഞാൻ അതിന് നല്ലതും ചീത്തയുമായിട്ട് കുറെ അനുഭവിച്ചാൽ അമ്പലത്തിന്റെ അകത്ത് പാടാൻ പിന്നെ ഇപ്പോഴും സമ്മതിക്കാത്ത ക്ഷേത്രമുണ്ട്. ഇഷ്ടംപോലെ. പക്ഷെ എനിക്ക് അതിനും പരാതിയില്ല കേട്ടോ. കാരണം ഭഗവാൻ എനിക്ക് തരുന്നുണ്ട്, ഞാൻ പാടുന്നത് ഭഗവാൻ കേൾക്കണ്ടെന്നുള്ള വിശ്വാസം. കാരണം ഇപ്പോൾ ഗുരുവായൂർ എനിക്ക് പാടാൻ പറ്റില്ല, ആർക്കും പാടാൻ പറ്റില്ല, അവിടെ ഉള്ളവരൊക്കെ പാടാൻ കഴിയുള്ളൂ.
ഞാൻ പുറത്ത് സ്റ്റേജിൽ പുറത്തുനിന്നായിരിക്കും പാടണം. എനിക്ക് അകത്ത് പാടാൻ എനിക്കൊരു സങ്കടമില്ല. കാരണം എൻ്റെ ഭഗവാൻ എൻ്റെ കണ്ണൻ്റെ പാട്ട് കേൾക്കുന്നുണ്ടെന്ന് വിശ്വാസം എനിക്ക് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നല്ലാണ്ട് നമ്മൾ അതല്ലേ സത്യം. അപ്പം അതുകൊണ്ട് എനിക്ക് ആരോടും പരാതിയില്ല. ആദ്യമൊക്കെ സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പാടാൻ നിന്നെടുത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണോ അല്ലെങ്കിൽ ഇപ്പോൾ പാട്ടെടുക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ. ജോലിക്ക് പ്രശ്നമുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് ജോലിയായിരുന്നു എനിക്ക് ആദ്യം. കൊച്ചി ദേവസ്വം ബോർഡിൽ ചേരാമെന്നുള്ളവർ. ആ ജോലി സ്ഥിരമാകാത്തതിൻ്റെ ഒരു കാരണം അന്ന് ദേവസ്വം ബോർഡ് തന്നെ എനിക്ക് ലെറ്റർ തന്നു, നിങ്ങൾ അമ്പലവാസിയല്ല, അതുകൊണ്ട് നിങ്ങൾ ജോലി സ്ഥിരമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും ആ സമയത്ത് എനിക്കൊരു സങ്കടങ്ങൾ, ആ ജോലി കിട്ടില്ല എന്നൊരു സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. അതിനോട് കുറേ ഫൈറ്റ് ചെയ്തു. ഞാൻ സ്റ്റേ മേടിച്ചിട്ടാണ് പിന്നെ ജോലി ചെയ്തത്. പക്ഷേ എന്താണ്, പിന്നീട് എനിക്ക് തോന്നുന്നു ഇന്നും അപഗണനയൊക്കെ ഉണ്ടാവാം, ഉണ്ടെന്ന് എനിക്കറിയാം. ഒന്നും കുഴപ്പമില്ല. ഇപ്പം ഞാൻ അല്ലല്ല ഞാൻ പാട്ടിൻ്റെ മഹത്വമല്ല, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇരിക്കണത് ഭഗവാൻ തന്നതാണ് അല്ലേ. നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തതെല്ലാം ഞാൻ താങ്ക് ഗോഡ് ഭഗവാൻ തന്നായിട്ടാണ്. ഒരു ബിജു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം അവിടെ തന്നെ. അവിടെ നിന്ന് നിർത്തണം എന്ന് പറയുമ്പോൾ നിർത്തണം അല്ലേ. അവിടെ നിന്നാണ് തീരുമാനിച്ചത് നീ ഇന്നതാണ് ചെയ്യേണ്ടത്. കാരണം ഞാൻ കുറേ കാര്യങ്ങൾ, കുറേ ബിസിനസ്സുകൾ ചെയ്തു, പലതും ചെയ്തിട്ട് ഇപ്പം ആദ്യം ചോദിച്ച ചോദ്യമില്ലേ കർണാടക സംഗീതം, എൻ്റെ അതുപോലും അല്ല ഞാൻ പോയത് സോപാന സംഗീതത്തിൻ്റെ പാരമ്പര്യ സംഗീതമല്ല. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് എനിക്കതിലൊന്നും ഒരു സങ്കടമില്ല, ആരോടും ഒരു ഇതുമില്ല. ആദ്യകാലത്ത് ഇനി കുറച്ച് നാൾ മുമ്പ് വരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെ. അപ്പോൾ ഇതൊന്നും അന്ന് ഞാൻ കരഞ്ഞു പോയി. കാരണം പാടിയപ്പോൾ കരഞ്ഞു. അത് നമ്മൾ ആ സമയത്തുള്ള സിറ്റുവേഷൻ. എനിക്ക് ആരോടും വരാതില്ല. കാരണം കിട്ടിയതെല്ലാം ബോണസാണ്, എല്ലാം അവിടെ നിന്ന് തന്നെ. അപ്പം അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിൽ സോപാന സംഗീതം ജീവിതമായി. പിന്നെ അതൊരു ഉപാസനയും, എനിക്കൊരു ഉപാസനയാണ്, വെറുതെ ഒരു ടൈം പാസ്സല്ല. അതാണ് ചേച്ചി എൻ്റെ അടുത്തിരിക്കുന്നത്. കാരണം ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയുന്നത് ആ ഉപാസന കൊണ്ട് മാത്രം. ഗുരുനാഥന്മാർ തന്ന അനുഗ്രഹം അതാണ് ഇതിലേക്കുള്ളത്. അപ്പൊ ഈ സോപാന സംഗീതത്തിലേക്ക് വന്നു, അതാണ് വഴി എന്നൊക്കെ മനസ്സിലായി. പക്ഷെ ഇത്രയും പ്രശസ്തനായില്ലേ, അത് പെട്ടെന്നുള്ളൊരു വളർച്ചയല്ലേ. അപ്പൊ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു വളർച്ച? ഈ പ്രശസ്തി എന്നൊക്കെ പറയുന്നതിൻ്റെ രസകര ഭയങ്കര ഇതായിട്ടാണ്. അങ്ങനെയൊന്നും ഇല്ല ചേച്ചി, എല്ലാവരും പ്രശസ്തരാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനാവുമ്പോഴും അത് സമർപ്പണമാകുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും. അപ്പം അത് 10 പേര് ശ്രദ്ധിക്കും. അപ്പം അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം. എൻ്റെ പ്രിയ ഗുരുനാഥൻ, എന്നെ ഞാനാക്കിയ കാവിലുണ്ണികൃഷ്ണമായിരുന്നു എൻ്റെ ഗുരുനാഥൻ തന്ന ആ സംഗീതം കൊണ്ട് ഞാൻ ഡൽഹിയിൽ ജോലിക്ക് പോയി. ഡൽഹിയിൽ അമ്പലത്തിൽ ജോലി. അവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ളവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വർഷം ശ്രീ അമ്പലപ്പുഴ വിജയകുമാർ അദ്ദേഹം അവിടെ പാടാൻ വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ പാട്ട് കേട്ടപ്പോൾ പറഞ്ഞു, എന്തിനാ കുട്ടി ഇവിടെ സമയം പറയണം, നാട്ടിലേക്ക് വാ, നാട്ടിൽ പ്രോഗ്രാം ചെയ്യും. ഇവിടെ കൊണ്ട് ഒരു ക്ഷേത്രത്തെ ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് പുറത്ത് അവിടെ കൊണ്ട് ഒതുങ്ങിപ്പോവും. ഒരു കലാകാരന് വളരാൻ ഇതില്ല. ഒരു ജോലി ഓക്കെ അത്ര ഉണ്ടാവുള്ളൂ. അപ്പം അന്നൊക്കെ ആ ജോലി വലുതായിരുന്നു. പക്ഷേ പിന്നീടുള്ള വളർച്ചയ്ക്ക് അതുകൊണ്ട് മാത്രം പോരാ. അദ്ദേഹം തന്ന പ്രചോദനം, പ്ലസ് അദ്ദേഹം കുറേ കീർത്തനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അതുപോലെ ഞാൻ അദ്ദേഹത്തിന് ദക്ഷിണ വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഗുരുസ്ഥാനീയം തന്നെയാണ് അദ്ദേഹം. ഗുരുനാഥനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അദ്ദേഹമാണ് മുന്നോട്ട്, നീ ഇവിടെ നിൽക്കണ്ട, നീ നാട്ടിലേക്ക്, നീ പെട്ടെന്നൊരു CD ഇറക്കുക എന്ന് പറഞ്ഞ് ഇതിലേക്ക് വന്നു. അപ്പോൾ ചേച്ചി ചോദിച്ചൊരു ഉത്തരം കൂടി പറയാം. എങ്ങനെയാണ് ഞാനിവിടെ ഈ സീറ്റിലെത്തിയെന്നാണ് ചേച്ചി ചോദിച്ചത്. അതിനൊരു കാരണം ആ CD ആണ്. ആ CD പുറകിലൊക്കെ കുറേ രസകരമായ സംഭവമുണ്ട്. ഡൽഹിയിൽ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് അപ്പോഴും ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പലയിടത്തും ജോലി ചെയ്തു, എങ്കിലും ശരിയായില്ല. അങ്ങനെ ചേരാവുന്നൊരു അമ്പലത്തിൽ എറണാകുളം ഇടപ്പള്ളി അടുത്ത് 108 ദുർഗാലയങ്ങളായ ചേരാവുന്നൊരു ഭഗവതി ക്ഷേത്രത്തിൽ ആ അമ്മയുടെ പാദങ്ങളിൽ അങ്ങോട്ട് വീണു. അവിടെ വന്നപ്പോൾ ശ്രീ അമ്പലപ്പുഴ വിജയകുമാർ വിജയേട്ടൻ പറഞ്ഞൊരു സാധനമുണ്ട്, നീ CD ചെയ്യണം, നിൻ്റെ ഒരു പാട്ട് വേണം, നിൻ്റെ ലേബൽ വരണം. ഇതൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് ഉള്ളിൽ, അതിനുള്ള സാഹചര്യം ഇല്ല. പക്ഷെ അതൊക്കെയാണ് നമ്മൾ ഈ നിമിത്തങ്ങൾ അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അവിടെ
3 കുട്ടികളെ ഞാൻ സോപാന സംഗീതം പഠിപ്പിച്ചു. അവരുടെ നിർബന്ധപ്രകാരം. എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല, ഇന്നും അറിയില്ല പഠിപ്പിക്കാൻ. അതിങ്ങനെ പകർന്നു തന്നത് തിരിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടികളുടെ പാരൻസ് പറഞ്ഞു, ബിജു നീ CD ഇറക്കണം, പാട്ടിറക്കണം. അന്ന് CD ഇറക്കാന്നാണ് പറയാം. അതൊന്നുമില്ല, എനിക്ക് പേടിയാണ്, ഭയങ്കര പേടിയാണ്, പാടാൻ തന്നെ പേടിയാണ്. പക്ഷെ അവർ തന്നെ എൻ്റേത് ചെറിയൊരു എമൗണ്ട് കണ്ടുള്ളൂ, ബാക്കിയൊക്കെ അവർ തന്നെ ഉണ്ടാക്കി. ദീപ ചേച്ചിയും മണിയേട്ടനും മനോജ് ചേട്ടനും സുധ ചേച്ചി ഇവരെ മക്കളെ പഠിച്ചിരുന്നത് അവരെന്നെ മുൻകൈ എടുത്തു. പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത്, എപ്പോഴും ഞാൻ പറയണത് കാര്യം, എന്നെ ഞാനാക്കിയതിൽ ഏറ്റവും പങ്കുള്ള ഒരാളാണ് എടനാട് ഗിരീഷ് മാരാർ. അദ്ദേഹം പറവൂല താമസിക്കുന്നത്. എൻ്റെ സീരിയൽക്കെല്ലാം ഗിരീഷ വായിച്ചാണ്. പിന്നീട് അദ്ദേഹം നമ്മുടെ തിരുമ്പാടി വിനോദ് വായിച്ചിട്ടുണ്ട്. വിനോദ് ഞാൻ അത്രയും ബന്ധം. ഗിരീഷ് ആണ് എല്ലാത്തിനും കൂടെയുള്ളത്, എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നത്, ഇപ്പോഴും കൂടെയുള്ളത്. ഇപ്പോഴും ഞാനൊരു കാര്യമുണ്ട് ഗിരീഷിന്, അവൻ്റെ ഉപദേശം എനിക്ക് ഭയങ്കര. അപ്പം ഗിരീഷും കൂടി ഞങ്ങൾ ഈ CD ഇറക്കും. CD ഇറക്കപ്പോഴും എനിക്കിത് പുറത്തിറക്കാൻ ഒരാൾ കേൾക്കണത് എനിക്ക് പേടിയാണ്. ഇതെന്താവും എനിക്ക് എൻ്റെ പാട്ടിന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ അതിൽ ചെമ്പട്ടെന്നുള്ള കീർത്തനം അങ്ങനെ ആൾക്കാർ ഏറ്റെടുത്തു. ഈ തെക്കൻ മേഖല, എറണാകുളത്തെ തെക്കൻ മേഖലയിലേക്ക് പോകുമ്പോൾ എല്ലാവരും വിളിച്ച ചെമ്പട്ട് ബിജു എന്നാണ്. ശ്രീ പാലേലി മോഹൻ അറിയണോ അല്ലേ? മോഹനേട്ടൻ എഴുതിയ മോഹനേട്ടൻ അത് മാത്രമല്ല, മംഗളമൂർത്തി രണ്ടുമാണ് അദ്ദേഹത്തെ. അത് ജീവിതത്തിലൊരു അത് ഞാൻ പോലും അറിയാതെ അങ്ങോട്ട് ജീവിതത്തിൽ ചെമ്പട്ടെടുത്ത് കിട്ടിയ ഒരു. അതിനുശേഷമാണ് പിന്നെയുള്ള ചന്ദ്രശേഖര. അത് പറയേണ്ട കാര്യമില്ല, അതൊക്കെ പാടാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ നമുക്കത് കമ്പോസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. നമുക്കൊരു സാധനം ട്യൂൺ ചെയ്യാൻ പറ്റണം, അത് വരിക്കനുസരിച്ച് ട്യൂൺ ചെയ്യാൻ പറ്റണം. ഭഗവാൻ തോന്നിപ്പിക്കണതാണ്. ചെമ്പട്ടൻ ഞാൻ ബിലഹരി രാഗത്തിൽ ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ബിലഹരി പോരാ എന്ന് തോന്നിയപ്പോൾ ആരബി എടുത്തപ്പോൾ കറക്റ്റ് അത് യോജിക്കുന്നത്. ചന്ദ്രശേഖരൻ എൻ്റെ പേപ്പറിൻ്റെ കൈ കിട്ടിയപ്പോൾ ആദ്യം പാടിയത് മധ്യമാദ്യം ആ രാഗത്തെ തന്നെ ചെയ്തത്. അങ്ങനെ അതൊരു അനുഗ്രഹം. പറഞ്ഞ പോലെ ഒരു വരി കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ട്യൂൺ ചെയ്യാൻ തോന്നുന്നു. മഹാഭാരതം ചെമ്പട്ടൂടുത്തുകെട്ടി ചിത്രച്ചിലമ്പണിഞ്ഞ് ചന്തമോടെന്നുടയ ചാരവി വന്നിടേണം ചഞ്ചലമാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേ നീ വന്നടയൂ ചന്ദ്രസമാനമുഖി. അസല് വരികള്, ഇതൊക്കെ ഒരു അനുഗ്രഹമാണ്. നമുക്ക് നല്ല വരികൾ കിട്ടുക, അത് ആ സമയത്ത് നമുക്ക് രാഗം തോന്നിപ്പിക്കുക. ഞാൻ ഇന്നലെ ക്ലാസ്സിലെടുത്തപ്പോൾ ശങ്കര ജയ ശങ്കര പാർവതീശ പാഹിമ അങ്ങനെ അർദ്ധനാരിയുടെ കീർത്തനമുണ്ട്. അത് തിരുവനന്തപുരത്തുള്ള ശുഭചേച്ചി എഴുതിയതാണ്. ശുഭചേച്ചി ഒത്തിരി കൃതം മാരക വീരനന്ദൻ അതൊക്കെ അവർ എഴുതിയതാണ്. ചെമ്പകപ്പൂ ഒക്കെ ചേച്ചി എഴുതിയതാണ്. അത് എനിക്ക് ആ സമയത്ത് ആ വരി കിട്ടിയപ്പോൾ ആ രാഗം എങ്ങനെ തോന്നിച്ചു എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര സംഗീതജ്ഞനൊന്നുമല്ല. അപ്പം എന്താണ് ഭഗവാൻ തോന്നിപ്പിച്ചത്, അത് തോന്നിപ്പിച്ചതാണ് അല്ലേ? അതിനാണ് ഞാൻ നന്ദി പറയുന്നത്. അതെല്ലാം ഞാൻ പറഞ്ഞു, എല്ലാം അവിടെ തന്നെ. മാഷ് പക്ഷെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനായിട്ട്, വിദേശത്തുള്ളവരെയും നാട്ടിലുള്ളവരെയും ഒക്കെ. ഒരു സ്ഥാപനം തന്നെ ഉണ്ട്, സ്നേഹസോപാനം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക്, ഇപ്പോൾ പഠിപ്പിക്കാനുള്ളൊരു മേഖലയിലേക്കും കൂടി വന്നത് ഈ പഠിപ്പിക്കണതാണ് ഏറ്റവും പ്രശ്നം. കാരണം അറിവ് വേണം നമുക്ക്, എന്നാലേ അത് പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ. എനിക്ക് അങ്ങനെയുള്ള പഠിപ്പിക്കാനുള്ള ടീച്ചറൊന്നുമല്ല. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ എന്ത് പാടണോ അത് ഞങ്ങൾക്ക് പറഞ്ഞു. ഇപ്പോൾ ചേരാന്നുള്ളവർ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരെ പാരൻസ് പറഞ്ഞു, ബിജു എന്ത് പാടണോ അതവരെ പഠിപ്പിച്ചാൽ മതി. അങ്ങനെ ഞാൻ പലരും എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കലായിരുന്നു. അതിനകത്ത് ഒരു കാരണം, ഒരു നല്ലതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നതോട് നമുക്ക് അറിവ് കൂടും, നമ്മൾ ഓരോ പ്ലാനുകൾ നമുക്ക് വരും. അത് ഏറ്റവും നല്ലൊരു കാര്യം. പക്ഷേ ഇവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെയിനാണ്. നമ്മൾ ശ്രുതി മാറ്റി പാടണം, തൊണ്ട ഭയങ്കര പ്രശ്നം. ഇപ്പോൾ വേണ്ട എന്നൊരു തീരുമാനം.
പക്ഷെ ഈ കൊറോണ കാലമില്ലേ, അവിടെ ദാരിദ്ര്യത്തിന് മുമ്പിൽ ഇതൊന്നും വിഷയമല്ല, ശബ്ദമല്ല വിഷയം, കൂടുതൽ ആൾക്കാരെ സ്റ്റുഡൻസിനെ. അപ്പം ഞാൻ ഓൺലൈൻ ക്ലാസ് അങ്ങോട്ട് തുടങ്ങി. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചേക്കാളും സ്റ്റുഡൻസായി. രാവിലെ 5 മണിക്കൊക്കെ തുടങ്ങും. ഞാൻ USA ക്ലാസ്സുകളുണ്ട്, തുടങ്ങി കഴിഞ്ഞാൽ രാത്രി 10 മണി വരെ ക്ലാസ് എടുത്ത ദിവസങ്ങളുണ്ട്. ഊണ് കഴിച്ച് ഭക്ഷണം അതിൻ്റെ മുന്നേ കഴിച്ച സമയമാണ്, അത്രയും തിരക്കുള്ള സമയം. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, കാരണം കൊറോണ കാലത്ത് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇതൊരു സന്തോഷമായിരുന്നു, പ്രോഗ്രാമുകളും ഇല്ല, പാടാനുള്ള ഇഷ്ടം. അപ്പൊ ഇവരുടെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ ഇനി ഞാനും പഠിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കുറേ അങ്ങനെ ഇഷ്ടമായി. അങ്ങനെ ഞാൻ ആ സമയത്താണ് ചിന്തകൾ വന്ന് പഠിപ്പിക്കുക എന്നുള്ളതിലേക്ക് കൂടുതൽ അതിലേക്ക് മാറി. പിന്നീട് ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പലരും സമീപിച്ചു. ഞാൻ ഇപ്പോൾ പറവൂരാണ്, വടക്കം പറവൂർ താമസിക്കുന്നത്, എറണാകുളത്ത് വടക്കം പറവൂർ. പറവൂർ വന്നപ്പോൾ ഞാൻ പഠിപ്പിക്കില്ല, കാരണം അവിടെ തന്നെ ഇഷ്ടംപോലെ ഗുരുനാഥന്മാർ, എൻ്റെ ഗുരുനാഥനുണ്ട്, എൻ്റെ വൈഫിൻ്റെ അമ്മയുണ്ട്, അങ്ങനെ പലരുമുണ്ട്. ഞാൻ അവിടെ പഠിപ്പിക്കുന്നത് ശരിയല്ല, പലരും പറഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ എറണാകുളം അമ്പലത്തിൽ ആദ്യം എൻ്റെ ഗുരുനാഥൻ സദനാശാനായിരുന്നു പഠിപ്പിച്ചിരുന്നത്, അതിനെ ശ്രീ സംഗീതമാരാരാണ് പഠിപ്പിച്ചിരുന്നത്. എന്തൊക്കെ കാരണം കൊണ്ട് അത് നിന്നുപോയി. അപ്പോൾ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ചോദിക്കണം, അവരൊക്കെയാണ്. അവരും എന്നെ പഠിപ്പിക്കില്ല, ഞാൻ വരാം. അപ്പോൾ എനിക്കതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അംഗീകാരമായിരുന്നു. എറണാകുളം ശിവക്ഷേത്രത്തിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്കൊരു അംഗീകാരം. അവിടെ ക്ലാസ് തുടങ്ങി, അവിടെ 40 പേരുണ്ട് ഇപ്പോഴും. അത് കഴിഞ്ഞ് അവരുടെ അരങ്ങേറ്റം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ചേന്നംകുളങ്ങര, ഇടപ്പള്ളി ചേന്നംകുളങ്ങര കൃഷ്ണൻ നമ്പരുണ്ട്, അവർ ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു ക്ലാസ് തുടങ്ങി. പിന്നെ എൻ്റെ സുഹൃത്തുണ്ട്, എക്സ്പ്രഷൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ശ്രീ സുനിൽ പുരുഷോത്തമൻ, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലാണ് ഞാൻ എല്ലാ വർക്കും ചെയ്യുന്നത്. അപ്പം അദ്ദേഹം എടുത്ത് ആവശ്യപ്പെട്ടു, വിളിച്ചിട്ട് നമുക്കൊരു ക്ലാസ് ഇവിടെ വെച്ചായിരുന്നു. അവിടെയും തുടങ്ങി. അവിടെ 10 കുട്ടികളുണ്ട്. കൂടാതെ സ്നേഹസോപാനം തുടങ്ങി. സ്നേഹസോപാനം എന്നുള്ള ഒരു ഉദ്ദേശം, സ്നേഹസോപാനം എന്നുള്ള പേര് എൻ്റെ ശിഷ്യനാണ് എനിക്ക് തന്നത്, ചെമ്മനാടനാണ്, രതീഷ് ചെമ്മനാടനാണ് സ്നേഹസോപാനം എന്നുള്ളൊരു പേര് വെച്ചത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്നൊരു സ്ഥാപനം, അതൊരു ചെറിയ വീടെടുത്തു. ഇതെന്താവുമെന്ന് അറിയില്ല, ചെറിയൊരു വീടെടുത്തു. വീട് ഭയങ്കര ക്യൂട്ട് വീടായിരുന്നു. വാടക. പക്ഷെ അവിടെ സ്ഥലം പോരായിരുന്നു. അപ്പോൾ ആളുകൾ കൂടി, വിദ്യാർത്ഥികൾ കൂടി, ഇപ്പോൾ സ്ഥലം പോരാ. അപ്പോൾ ഇങ്ങനെ തേടി നടന്നു, ഒരു സ്ഥലം വേണം. അങ്ങനെ നടന്ന് എടപ്പള്ളി കുന്നുംപുറത്ത് ഒരു വീടെടുത്തു, 2 നില വീട്. അതിൽ താഴത്തെ ഭാഗം ക്ലാസ്. അതെ, ഞാനത് ലാസ്റ്റ് പറയായിരുന്നു, പൊളിച്ചു. ഇതാണ് സ്നേഹസോപാനം. ഇതിന്റെ മുകളിൽ എടപ്പള്ളി കുന്നുംപുറത്തുനിന്ന് മഞ്ഞുമലേക്ക് തിരിയേണ്ടത്. അത് ഇടത്തോട്ട് തിരിഞ്ഞാൽ, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ അമൃത ഹോസ്പിറ്റലും, റൈറ്റിലേക്ക് തിരിഞ്ഞാൽ മഞ്ഞുമ്മൽ എന്നുള്ള സ്ഥലം. മഞ്ഞുമ്മൽ ഇന്ന് ഫേമസ് ആണ് ആ സിനിമ കൊണ്ട്. മഞ്ഞുമലേക്ക് തിരിയുമ്പോൾ തന്നെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, ഒരു പാലമുണ്ട്. ആ പാലം കയറാതെ, മുട്ടാർ പാലം കയറാതെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ സ്നേഹസോപാനം എന്നൊരു ബോർഡ് കാണാം. ഞങ്ങൾ വേറെ ഒന്നും എഴുതിയിട്ടില്ല, സ്നേഹസോപാനം രുചി ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പഠിപ്പിക്കാനൊന്നും ഒന്നിനും അർഹരല്ല, പഠിപ്പിക്കണമെന്നൊന്നും എഴുതിയിട്ടില്ല. അതിൽ 3 കളരികളായിട്ടാണ്. ഒന്ന് ചെണ്ടയുടെ ഒരു കളരി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക, എൻ്റെ ഗുരുനാഥന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം പഠിപ്പിക്കുന്നത്. കൂടാതെ സോപാന സംഗീതം. ഇതാണ് നമ്മളിവിടെ കൊണ്ടുപോകുന്നത്. ആ സ്ഥാപനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് പറയാനിരുന്നതാണ്. അപ്പൊ ഇവിടെയും 19 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 50 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ടൈം എങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ എങ്ങനെ വെച്ചാൽ കൂടുതലും ജോലിക്ക് പോണവരല്ലേ. ഇപ്പൊ 4, 5, 5, 6, 6, 7, 7, 8 ഇങ്ങനെ പല ഓരോ ഗ്രൂപ്പിനും ഓരോ അമ്മമാർക്ക് വേറെ. രാവിലെ പോലും ഇവിടെ ക്ലാസ് ഉണ്ട്. രാവിലെ 7 മണി തൊട്ട് ക്ലാസ്സിന്റെ സാധകമുണ്ട്. എല്ലാ ദിവസവും ക്ലാസ് ഇല്ലെങ്കിലും സാധകം എല്ലാ ദിവസവും ആർക്കും വന്ന് സാധകം ചെയ്യാം. ഞാൻ എല്ലാവരും പറയണം, നിങ്ങൾക്ക് വന്നോളൂ, സാധകം ചെയ്യാം, ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാം, ഗ്യാസുണ്ട്, എല്ലാം കിടക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ചെയ്ത് ഒന്നിനും അതിന് നമ്മൾ വേറൊരു പൈസയൊന്നും വാങ്ങിക്കില്ല. കലാകാരന്മാരായ ആൾക്കാരോടും പറയാറുണ്ട്, നിങ്ങൾ എറണാകുളം വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആവണോ, ഭക്ഷണം കഴിക്കണോ, കിടക്കണോ, ഉള്ള സ്ഥലത്ത് വലിയതല്ലെങ്കിലും 3 ബെഡ്റൂമുണ്ട്, ഒരു ഹാളുണ്ട്, കിച്ചണുണ്ട്, 2 ബാത്റൂമുണ്ട്, ഇത്ര സൗകര്യങ്ങളുണ്ട് ഉള്ള സ്ഥലത്ത് നമുക്കുള്ളതുപോലെ എന്നുള്ളത്. ഇതൊക്കെ ഭഗവാൻ തന്നെ കേട്ടോ. ഒരു കേമത്തിനും ഒന്നുമില്ല, നമുക്ക് എല്ലാം അനുഗ്രഹം അല്ലേ. ഇതില് മാഷക്കിനി സ്റ്റുഡൻസിന്റെ ലെവല്, ചെറിയ കുട്ടി മുതല് വലിയ കുട്ടികളെ, ഒരുപാട് പ്രായമുള്ളവരൊക്കെ അല്ലേ, അതൊക്കെ എങ്ങനെയാണ്? LKG മുതൽ 80 വയസ്സുള്ള അമ്മമാരുണ്ട്.
80 വയസ്സുള്ള ഓ അമ്മ. 50 മേലുണ്ട് അമ്മയ്ക്ക്. ആ അപ്പൊ അവരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറഞ്ഞ മേടിച്ചെല്ലുമ്പോൾ ചോദിക്കും. അപ്പൊ എനിക്ക് പറയാലോ സോപാന സംഗീതം പഠിച്ചു എന്ന്. പക്ഷെ അതൊക്കെയാണ് എൻ്റെ സന്തോഷം. കാരണം ഭയങ്കര സന്തോഷമാണ് ഞാൻ ആ കാര്യത്തിൽ. അവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്, ചേച്ചി ഉൾപ്പെടെ അല്ലേ. അതെ അതെ. ഞങ്ങൾ ഒരു കുടുംബമാണ്. പക്ഷെ മാഷ് അതില് ലയിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതാണ് ഫുള്ള് അതില് മുഴുകാണ്. അതേ പറയുന്നത് ഇതൊന്നും പ്ലാൻഡ് അല്ല ചേച്ചി. പ്ലാൻ ചെയ്തതൊന്നും നടക്കില്ല. ഒന്നും പ്ലാൻഡ് അല്ല. അപ്പം തോന്നുന്നതാണ് എല്ലാം എൻ്റെ അങ്ങനെയാണ്. ഇപ്പം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്ന പോലും ഞാൻ അങ്ങനെ തോന്നിപ്പിക്കുക, അത് ചെയ്യണം, അത് ഞാൻ ഇരുന്നിട്ടോ ഞാൻ ഇങ്ങനെ എനിക്കറിയില്ല അങ്ങനെയാണ്. അപ്പം എനിക്കറിയാവുന്ന പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പാടുമ്പോൾ ഒരു ഫീൽ ഉണ്ടെങ്കിൽ അത് അപ്പോഴും ഫീൽ ഉണ്ടാവും പറഞ്ഞു കൊടുക്കുമ്പോൾ. എനിക്ക് ബലം പിടിച്ചെന്ന് പാടാൻ അറിയില്ല. ബലം പിടുത്തുണ്ടാവാം, പക്ഷെ പാട്ടിൽ ബലം പിടിക്കാൻ അറിയില്ല. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ പോകുന്നത്. മാഷ് ഇപ്പൊ പുതിയ എന്തൊക്കെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന്. എനിക്കത് പറയാൻ സന്തോഷം. സ്നേഹസോപാനം ഇതിൻ്റെ ഒരു ഉദ്ദേശം തുടങ്ങിയത് കൊറോണ കാലത്ത് കുട്ടികളുടെ 100 രൂപ വെച്ച് പിടിക്കുക. ഒരിക്കൽ ഒരു ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടതാണ്. 100 രൂപ വെച്ച് നിങ്ങൾ തരും, 100 രൂപ വെച്ച് തന്നെ ഒരാളെ സഹായിക്കാം. അതെനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ തട്ടി. 100 രൂപ ചലഞ്ച്. 100 രൂപ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരാൾക്ക് 100 രൂപ ബുദ്ധിമുട്ടാവില്ല. ആ 100 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിന് സഹായമാണെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ? 1000 പേരായ 2000 പേരായ അത് വലിയൊരു എമൗണ്ടായി മാറില്ലേ? അതെൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ 100 രൂപ വെച്ച് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് എനിക്ക് പ്രോഗ്രാം കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗം, പ്രോഗ്രാമിന് പോകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ട് ഇതെല്ലാം ചേർത്ത് ഞാൻ ഒരു ചാരിറ്റി പോലെ, ചാരിറ്റി ഒന്നും പറയാനില്ല എങ്കിലും ഭക്ഷണം കഴിക്കാത്തവർക്ക് അത് ഭക്ഷണമാണെങ്കിൽ അരിയും ഞാൻ ചുമന്നുകൊണ്ട് പോയിട്ടുണ്ട്. അരിയും സാധനങ്ങളും പല വീടുകളിൽ ജാതി മത ഭേദമന്യേ കൊടുത്തിട്ടുണ്ട്. അതെ, ഇപ്പം കുമ്മക്കൂരൊക്കെ ഇട്ടേക്കുമ്പോൾ അല്ലെങ്കിൽ എന്തും മറ്റേ അങ്ങനെയല്ല, എല്ലാവരോടും നമ്മുടെ ഒരേപോലെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെ അരിയും സാധനങ്ങളും ചുമന്ന് അവർ ഞെട്ടിയിട്ടുണ്ട്. ഇത് ചുമന്ന് അവർ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. നമ്മൾ അത്രയും സന്തോഷമാണ് അത് കൊടുക്കുന്നത്. എനിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷത്തെ കൊടുത്തത്. അങ്ങനെ ഇത് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴാണ് സ്റ്റുഡൻസ് കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഉന്നം വെച്ചാൽ വിടമാട്ടേ ഇതെന്തെങ്കിലും പണിയൊപ്പിക്കണം. അങ്ങനെ ഞാൻ സ്നേഹസോപാനം ഏലൂർ ബിജു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ചിങ്ങത്തിൽ ഞങ്ങളതൊരു തുടക്കം കുറിച്ചു. അതിൻ്റെ ഒരു എംബ്ലം എന്താ പറയുക, അത് അമ്പലപ്പ വിജയകുമാരേട്ടനും എൻ്റെ ഗുരുനാഥൻ ഉണ്ണിച്ചേട്ടനും കൂടി ചേർന്ന് അത് രണ്ടുപേരും ഗുരുനാഥന്മാരാണല്ലോ, രണ്ടുപേരും കൂടി അത് ഉദ്ഘാടനം നടത്തി. അന്ന് തന്നെ സോപാന സംഗീതം എഴുതുന്ന പുതിയ ആൾക്കാരെ 5 പേരെ അവിടെ ആദരിച്ചു. അവിടെ നിന്നാണ് തുടങ്ങിയത്. അന്ന് മുതൽ പ്ലാൻ ചെയ്ത് വന്നിട്ടൊന്നും നടന്നില്ല. ഇപ്പം നമ്മൾ ഡിസംബർ 21, 2024 ഡിസംബർ 21 ഒരു മെഗാ ഈവൻറ്റ് വയ്ക്കുക. 200ഓളം കുട്ടികളെ ചേർത്തിരുത്തിക്കൊണ്ട് സോപാന സംഗീതം. അത് അന്ന് തന്നെ നമ്മൾ അത് നടത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു വിവാഹം നടത്തുന്നുണ്ട്. സ്നേഹസോപാന വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട്. അന്ന് തന്നെ സുഖമില്ലാത്ത, അതായത് സോപാന സംഗീതം അല്ലെ കല കൊണ്ട് ജീവിച്ചിട്ട് സുഖമല്ലാതെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായം. കൂടാതെ ഒരു സർപ്രൈസും കൂടി ഉണ്ട്, അത് പിന്നീട് പറയാം. 3 വലിയ കലാകാരന്മാർക്ക് ഒരു സുവർണ്ണ മുദ്ര നൽകുന്നത്. അങ്ങനെ വലിയൊരു ഈവൻ്റാണ് നമ്മൾ എറണാകുളത്ത് വെച്ച് വലിയൊരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലും നമ്മൾ ചാരിറ്റിയാണ് മെയിൻ കാണുന്നത്. അതിലെന്തെങ്കിലും ബാക്കി വന്നോ അതൊക്കെ ചാരിറ്റി. അടുത്ത വർഷം നമ്മുടെ ആഗ്രഹം ഒരു വീട് വെച്ച് കൊടുക്കണം സ്നേഹസോപാനത്തിൻ്റെ പേര്. ഇതിന് ആനന്ദ സംഗീതം 2024 ഇതിൻ്റെ പരിപാടി. ഈവന്റിന്റെ പേര് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 1000 കുട്ടികൾ ഇതിനകത്തുണ്ടെങ്കിൽ 1000 പേരിൽ നിന്ന് 100 രൂപ വെച്ച് ഒരു മാസം 1 ലക്ഷം രൂപയും. ആ 1 ലക്ഷം രൂപ ഒരു വർഷവും 12 ലക്ഷം രൂപയും. ഇത് മതി ഒരു വീട് വെച്ച് കൊടുക്കാം. സ്ഥലമുള്ളവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാം. അതിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാം ഉള്ളത്. ഇതാണ് പ്ലാൻ ചെയ്തത്. ഇതിൻ്റെ ഭാഗമാണ് ഡിസംബർ 21 പരിപാടി. അതിൻ്റെ തിരക്കിലാണ് സത്യത്തിൽ, ഭയങ്കര തിരക്കിലാണ്. അത് പ്രാക്ടീസും കാര്യങ്ങളും ഉറക്കില്ല. എറണാകുളത്തപ്പൻ്റെ ഗ്രൗണ്ടിൽ, എറണാകുളത്തപ്പൻ ഗ്രൗണ്ട്, എറണാകുളത്തമ്പത്തിനും BTHൻ്റെയും ഇടയിലാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ട്. ഉദിച്ചതിന് സ്വാമിയുണ്ട്, സ്വാമിജിയുടെ സപ്താഹം നടക്കുന്നുണ്ട് സുഹൃതം ഭാഗം. ആ സപ്താഹത്തിൻ്റെ അവരാണ് നമ്മളെ അതിന് സഹായിച്ചേക്കണം. ആ സപ്താഹത്തിൻ്റെ കാലം കൂടുന്ന ദിവസം, തീരുന്ന ദിവസം, അവസാന ദിവസം നമ്മൾ അതെടുക്കണം. അവർക്കാണ് ആദ്യം ഒരു നന്ദി പറയേണ്ടത്. ഇത് ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ യാത്ര.
ഇതില് മാഷ് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസില് ജാതി ഭേദമില്ലാണ്ട് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ഹിന്ദുസ് എല്ലാവരും ഉണ്ടല്ലോ അല്ലെ? എല്ലാവരും അല്ല, ഇത് സോപാനം ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ഇതിന്റെ സത്യം. ബിജു എന്നുള്ളൊരു പഠിപ്പിക്കണമെന്നുള്ളതല്ല, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അവര് പുറത്തേക്ക് വരുന്നുണ്ട്. അത് വലിയൊരു കാര്യല്ലേ? ഇപ്പൊ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞാലും ഒരാൾ വരണം നിർബന്ധമില്ല. ഇല്ല ഇല്ല. അപ്പൊ അവർക്കത് ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ ഇതിലും വേണ്ട എന്താ, അവരത് താല്പര്യപ്പെടണം എന്നുള്ളതാണ്. അതൊരു അനുഗ്രഹമാണ്. ശരിക്കും മുമ്പൊക്കെ അഷ്ടപതിയാണ് കൂടുതൽ കേട്ടിരിക്കുന്നത്. ഇങ്ങനെ സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതൊക്കെ അധികം യൂട്യൂബിൽ മാഷയുടെ പാട്ടുകളാണ് കൂടുതലും കണ്ടിട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിപ്പോ മെയിനായിട്ട് ചെമ്പട്ടുടുത്തും പിന്നെ ശിവന്റെ ചന്ദ്രശേഖര, പിന്നെ ഒരു നന്ദനന്ദന പറഞ്ഞിട്ടൊരു കൃഷ്ണന്റെ പാട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. ഇതൊക്കെയാണ് കൂടുതൽ ഞാൻ കേട്ട് ഇതായിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മാഷയുടെ ഒരു ഫാനായത്. ഡെയിലി അത് കേട്ടിട്ട് നല്ലൊരു തന്നെയായിരുന്നു. മാഷയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ശരിക്കും അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം അവരത്ര ആഗ്രഹിച്ചിട്ടുണ്ട്, അവർ തന്നതാണല്ല. പിന്നെ 5 ഏട്ടന്മാരാണ്, സോറി ഞങ്ങൾ 5 ആമക്കളാണ്, 3 ഏട്ടന്മാരാണ്, ഒരു അനിയൻ. എല്ലാവരും വിവാഹം കഴിച്ചു, കുട്ടികളെ കണ്ട്. എല്ലാവരും കലാകാരന്മാരാണ് ഓരോ മേഖലയിൽ. പക്ഷെ അവർ ജോലി സംബന്ധമായിട്ടുള്ളത് കൊണ്ട് ഇതായില്ല. ഒരാൾ മാത്രം സിനിമയിലുണ്ട്, ഒരു ഏട്ടൻ, സുരേഷ് മേനോൻ എന്ന് പറയുന്ന ഏട്ടൻ. പിന്നെ വൈഫ്, എനിക്ക് കുട്ടികളായിട്ടില്ല. ഞാൻ വൈഫിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, പറവൂര്. വൈഫിൻ്റെ അമ്മയും പാട്ടുകാരിയാണ്. വൈഫിൻ്റെ അച്ഛൻ LIC-യിലായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. അനിയത്തി കുട്ടിയുണ്ട്, അനിയത്തിയും പാടും. അവർക്കൊരു കുട്ടികളുണ്ട്. ഭവാന്റെ അനുഗ്രഹം അങ്ങനെ അനവധ്യ എന്നാണ് വൈഫിൻ്റെ പേര്. ആ കുട്ടി എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മുന്നോട്ട് പോകണം. മാഷക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്യം ഉണ്ടാവുമല്ലോ, നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കുറെ. ലക്ഷ്യം തന്നെയല്ലേ. ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഈ ഭഗവാൻ തന്ന ഇത് പാടാൻ അത്രയും ഇഷ്ടമാണ്. പാടിക്കൊണ്ട് പഠിപ്പിക്കുമ്പോഴുള്ള ഇഷ്ടം എന്താ അറിയാമോ, പാടുക എന്നുള്ളത്. നമ്മൾ പഠിപ്പിക്കുമ്പോഴും ഒരു സംഗതി പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതാണ് ലക്ഷ്യം എന്നൊക്കെ. എന്താ ഇതന്നെ നമ്മുടെ ലക്ഷ്യം എന്താ വയ്ക്കാനില്ല എനിക്ക്. ഇങ്ങനെ ഈ കടലിലെ കാര്യം കൊണ്ട് ഇങ്ങനെ പോവുക, അതങ്ങനെ പോകണം. പിന്നെ എനിക്ക് ആഗ്രഹം കുട്ടിപ്പാടാനാണ് ഇഷ്ടം. സത്യം കേട്ടോ. അത് ഒരു ഇടയ്ക്കക്കാരനോടുള്ള ഇഷ്ടക്കുറവല്ല. കുട്ടിപ്പാടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ. ഞാൻ ഇടയ്ക്കക്കാരനല്ല, വലിയ ഇടയ്ക്കക്കാരനല്ല, പക്ഷെ കുട്ടിപ്പാടുമ്പോൾ കിട്ടുന്ന സുഖം അത് ചിലപ്പോൾ ഞാൻ പാടുന്നതനുസരിച്ച് ഞാൻ കൊട്ടുണ്ടാവാം, അതുകൊണ്ടാവാം, എന്തോ അതാണ് ഇഷ്ടം. പിന്നെ നമ്മൾ ഈ യാത്ര എന്ന് പറയുന്നതേ എന്താ പറയുക, ഇപ്പോൾ ഈ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ദാരിദ്ര്യമില്ലാതാവുക, എല്ലാവർക്കും വീടുണ്ടാവുക, എല്ലാ കുട്ടികളുടെ വിവാഹം നടക്കണം, എല്ലാവർക്കും വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉണ്ടാവണം. നമ്മൾ ആഗ്രഹിക്കണം അതൊക്കെ തന്നെ. അത് ലക്ഷ്യമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് മാത്രമാണോ അല്ല. ഒരു സംഗീതം കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റില്ല അത്. കാരണം അതിങ്ങനെ കിടക്കുക. ഇപ്പോൾ ഞാൻ പറയട്ടെ, മോഹനം പാടി ഇപ്പം ഇന്ന് പാടിക്കഴിഞ്ഞാൽ നമ്മൾ പറയാം മോഹനം പാടി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കിടക്കാണ് മോഹനം കിടക്കണം. അപ്പം പിന്നെ തീരണില്ല, ഇങ്ങനെ കിടക്കണം. എത്ര പഠിക്കാൻ പറ്റും? എനിക്ക് കുറേ പഠിക്കണമെന്നുണ്ട്. ഇതൊന്നും അല്ലാന്ന് എനിക്കറിയാം. കുറേ കൂടി ആവണം. അപ്പം മാഷുടെ ഇത്രയും നേരം ഞങ്ങളുടെ ഈ ചാനലിലേക്ക് വേണ്ടിയിട്ട് സമയം ചെലവാക്കിന് ഒരുപാട് നന്ദി, സ്നേഹം. അപ്പൊ ഇനി പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ മാഷായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.